ഹലോ ഗായ്സ്, ഐ ആം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നിനല്ല. ഇന്ന് എന്തൊക്കെ വന്നിക്കണേ അങ്ങനത്തൊക്കെ നോക്കാനും വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കണേ. അപ്പോൾ എന്തൊക്കെ വന്നിക്കണേന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കിട്ടിയത് പിർളോയും ഗട്ടൂസും ഒക്കെ വരുന്നതാണ്. പിർളോ വരും, ഗട്ടൂസ് പിന്നെ ഫ്രാൻസത്തെ അതേമാതിരത്തെ വേറെ ഒരാളും കൂടിയാണ്. ഫ്രാൻസിനെ തോന്നണ്. ഞാൻ എന്തായാലും ലോഗിൻ ചെയ്തില്ല. ഇന്ന് ലോഗിൻ ചെയ്യണം. പിന്നെ 50 കോയിൻ്റെ ഒരു മാച്ച് കളിക്കണം. 1000 ഒന്നാണ് ഇന്ന്. ഒക്കെ കഴിയുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ വരുന്നു. ലോഗിൻ ചെയ്തു, ഇപ്പോൾ ചെയ്യുകയാണ്. പിർളോ തന്നെയാണ് വന്നിട്ടുള്ളൂ കേട്ടോ. പിർളോ വന്നിട്ടുണ്ട്. പിന്നെ ഗട്ടൂസോ, അതാവും ഞാൻ പറഞ്ഞ ഫ്രാൻസത്തെ ഏതോ ഒരു ഫ്രംബാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുത്തിനുമാണ്. കറക്കണവരുണ്ട് കറക്കുള്ളൂ. ഞാൻ 8 വരുമ്പോഴേ കറക്കുള്ളൂ. അതുകൊണ്ടാട്ടെ ഞാൻ കറക്കാത്തത്. ഞാൻ കറക്കണമെന്നുണ്ടെങ്കിൽ കറക്കിക്കോളി പറയുമ്പോൾ നിങ്ങളേക്ക് ലുചിയോ നിങ്ങൾ കറക്കുക ഞങ്ങൾ കറക്കുന്ന ഒരു ചിക്കണെങ്കിൽ വേണ്ട. നല്ല വേക്ക് തന്നെയാണ്. 3 ആളും 2 സ്കില്ല്. റിവറിനൊക്കെ കിട്ടിയാൽ പിർളോ എന്ന് സോറി ഞാൻ അറിയാതെ പറഞ്ഞിട്ട് പിർളോന്ന് ഞാൻ റിവറിയും പിർളൊക്കെ മാറിപ്പോകും പേര്. റിവറി പറഞ്ഞാൽ മൊമെൻറ്റും ഡ്രിബിളിങ്ങും എഡിജിഡ് ക്രോസിങ്ങും ആണ്. കിടിലാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോ സ്പെഷ്യലിസ്റ്റും കൂടി ആവും. ലെഫ്റ്റ് വിങ് ഇറക്കിയാൽ മതി. റിവറിനോ കിണോ ഇതാവും. പിന്നെ ഗട്ടൂസോ ഫോർട്രസും ലോങ് റീച്ച് ടാക്കൽ DMF. പൊതുവെ ആക്യുറസി ഉള്ളൊരു പ്ലെയറാണ് ഗട്ടൂസോ. പിന്നെ ഇവന്ന് പറയുമ്പോൾ ഫോർട്രസും ലോ സ്ക്രീമറും ആണ്. ഇവൻ്റെ പൊസിഷൻ വരുന്ന റൈറ്റ് മിഡിൽ ഫീൽഡർ, റൈറ്റ് ബാക്ക് നിൽക്കും. DMF CMF ആയിട്ടാണ് ഇവരുടെ പൊസിഷൻ വരുന്നത്. പിന്നെ വേറെ മാച്ച് 50 കോയിൻ്റ് ഒന്നും ഉണ്ടാവും. അതൊക്കെ തന്നെ പിന്നെ ഒന്നുണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. പെനാൾട്ടി ഇന്ന് ഞാൻ അറിയക്കൂടെ എവിടേക്കാണ് അടിക്കുക ഗോൾ. പിന്നെ ഡെയിലി ഗെയിം തിങ്കളാഴ്ച ഇത് ചെയ്യാൻ സാധ്യതയില്ലല്ലോ. നോക്കണം. ചിലപ്പെങ്കിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. റൗണ്ട് പിന്നെ ടീമിന് ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പക്ഷെ തിങ്കളാഴ്ചയാണ് എനിക്ക് വലിയ വിശ്വാസം ഇല്ല കേട്ടോ. ഞാൻ വെറുതെ നോക്കുകയാണ്. ഇല്ല ഗൈസ്, അപ്പോൾ അതില്ല. പിന്നെ നമുക്ക് എന്തായാലും റൗണ്ടിൽ ഒരു ഫ്രീ സ്പിൻ ഉണ്ട്. ഭാഗ്യം ഉണ്ടോയെന്നാണെങ്കിൽ അത് ഈ വീക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ റൗളിനെ കിട്ടും. ഭാഗ്യം ഇല്ലാണ്ടെങ്കിൽ റൗള് നമുക്ക് ഉള്ളതല്ല. ഇതാണ് അർത്ഥം. ഈ വീക്ക് ഭാഗ്യം ഈ റൗള്. അപ്പോൾ റൗളിന് അടിക്കൂല്ല എന്ന് നോക്കാം. കിട്ടി ഞാൻ ഇറക്കാനൊന്നും പോകണില്ല, അത് വേറെ കാര്യം. നമുക്കില്ല, റൗളൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവൻസിൽ ഇതാ AAയിൽ വേണമെങ്കിൽ ഒന്നുണ്ടാവും. ഇത് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ PP ആയാലും ഉണ്ടാവും ഗൈസ്. അത് 50 കോയിൻ്റെ ഒരു മാച്ച് ഉണ്ടാവും. ഇതാ എൻ്റർ ചെയ്യും ഞാൻ. നമ്മളിപ്പോൾ കളിക്കാൻ പോണത് അതാണല്ലോ. നാഷണൽ ആണ്. ഞാൻ അർജൻറ്റീനയാണെങ്കിലും പക്ഷേ ബ്രസീലിലുള്ള അതിൻ്റെ ഒക്കെ നല്ല പ്ലേയേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതെടുക്കും. എങ്ങനെ ബുദ്ധി വെച്ച് നമ്മൾ കളിക്കും. ഓക്കെ നോക്കുന്നു. എന്നിട്ട് നമ്മൾ ടീമിലോട്ട് പോകും. ഫോർമേഷൻ നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കിട്ടിയാണ്. കുറച്ച് ആൾക്കാരെ ഇറക്കാണ്ട്. നിങ്ങളിങ്ങനൊക്കെ നോക്ക് കേട്ടോ. കുറേ ആൾക്കാരെ ഇറക്കാം നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇറക്കാൻ മറക്കുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നിട്ട് എന്താ വെച്ചാവും അതാണ്ടാവാൻ പോണേ. നമ്മൾ എതിർത്താണ്ട് ഈ ബ്രസീൽ നോക്കിയാൽ ഞങ്ങൾ നോക്കിയിട്ടാ നെയ്മറും പോലെ ഇറങ്ങിയില്ല. ആ സ്കോഡാണിത്. നെയ്മർ ഇറങ്ങിയിട്ടാണ്. നെയ്മർ കളിക്കാൻ കാലേ. പിന്നെ നെയ്മർ വെച്ച് വേറെ ആരും നിന്നിട്ടില്ല.
ഓരൊക്കെ ഇറക്കാം. റാഫീനിയ റാഫീനിയ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഡേഴ്സൺ മൊറൈസ് സാറിൻ്റെ പകരം ഇറക്കണ്ട, ഇവൻ്റെ പകരം ഇറക്കാതാ, ഇവൻ്റെ പകരം തന്നെ ഇറക്കുക. പിന്നെ ഉണ്ടാവും കഴിച്ചതാ ഇതിന് ബക്കറ്റിനെ കയറ്റാം. പിന്നെ നോക്കണമെങ്കിൽ ഇതവന് ഇവിടെ ഇറക്കാം. ഇതാ ഇനി കുഴപ്പമില്ല, ഇതൊക്കെ മതി. എന്നിട്ട് നമ്മൾ ഇത് വെക്കണം, ഇത് വെക്കണം, രണ്ട് വെക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാം. അപ്പോൾ സാളൊന്നുണ്ട് കേട്ടോ. എന്തായാലും കളി തുടങ്ങാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അന്നേരത്തിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 100 സബ്സ്ക്രൈബേഴ്സാണ്. 3 സബ്സ്ക്രൈബർ കൊണ്ട് മതി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും കളിയിലോട്ട് കടക്കാം. ഇതൊക്കെ തന്നെ നമ്മൾ ഫോർമേഷൻ മാറ്റിപ്പിക്കില്ല. ഇതൊക്കെ ഇതൊരു കക്കും നെയ്മറിനെ കയറ്റണം. നെയ്മറൊന്നും കയറ്റി ശരിയാവില്ല. നല്ല പ്ലെയറാണ് നെയ്മറൊക്കെ. നെയ്മർ നമുക്ക് നേരത്തെ കളിക്കണില്ലാണ്ട് നമുക്ക് കക്കാന സെക്കൻഡ് ഹാഫിൽ ഇറക്കണമാണ് നല്ലത്. സെക്കൻഡ് ഒരു 3 ബാക്കുള്ളൂ. അതൊക്കെ ഞാൻ കഴിയേണ്ടതാണ്. ട്രൈ ചെയ്തോക്കാമല്ലോ. എൻ്റെ ഫോർമേഷൻ ഇതേനു. ലെഫ്റ്റ് വിങ് ഇല്ലല്ലോ, ഞാൻ മാറ്റി. ഇതല്ല എൻ്റെ ഫോർമേഷൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ വെറുതെ വെച്ച ഫോർമേഷനാണ്. ഇതല്ല എൻ്റെ ഫോർമേഷൻ. ഞാൻ വെറുതെ ഒരു വെച്ച് കഴിഞ്ഞു. ഇതല്ല എൻ്റെ ഫോർമേഷൻ. ഈ ഫോർമേഷൻ എങ്ങനെ വന്നു എന്നൊക്കെ എല്ലാവർക്കും ഡൗട്ടുണ്ടാവും. അത് ഞാൻ റിവീൽ ചെയ്യാം. ഇന്നല്ല റിവീൽ ചെയ്യാം, ടുമോറോ. ആ വീഡിയോക്ക് നിങ്ങൾ ഫോർമേഷൻ മനസ്സിലാവും. ആ വീഡിയോൻ്റെ ഫോർമേഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചതെന്ന്. എന്തായാലും അറിയാതെ വെച്ചാണ്. എന്തായാലും കളിച്ചു നോക്കാം. ഞാൻ ഈ ഫോർമേഷൻ വെച്ച് കളിച്ചിട്ടില്ലല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നല്ലതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെയിൻ ടീമിൽ വരുത്തും. എന്തായാലും വരുത്താനോ എന്തായാലും മതി, കുഴപ്പമൊന്നുമില്ല. കിലിയൻ എംബാപ്പെ അവിടെ പോയി. ഇല്ല, മാർക്കിനോസ് എടുത്തിട്ടുണ്ട്. ക്ലിയർ ചെയ്ത് വിടട്ടെ. എനിക്ക് ബോളേ കിട്ടിയില്ല കളി തുടങ്ങിയതിൻ്റെ ശേഷം. ഓങ്ക ടച്ച് കയറിയിട്ടും കാര്യമില്ല. എനിക്ക് ബോളൊന്നും തൊടാൻ പറ്റിയത് മാർക്കിനോസിനാണ്. തൊട്ടപ്പം തന്നെ അടിച്ച് വിട്ടും ചെയ്തിരിക്കണം അപ്പുറത്തെ കണ്ടത്തേക്ക്. നന്നായി. എന്നാലും ബെല്ലേട്ടി, റൊണാൾഡീഞ്ഞോ ഇപ്പം 3 ആൾ തൊട്ടിട്ട്. അപ്പം 3 ആൾ നമ്മുടെ ടീമിൽ നിന്ന് ബോളിട്ട്. ബെല്ലേട്ടി 4 ആൾ. വല്ലാത്ത റൂവായി പോയി. 5ാമത്തെ ആൾ തൊടുവോ? 5ാമത്തെ ആൾ തൊട്ട്. ഇനി അങ്ങനെ എണ്ണണ്ടാവും ഗൈസ്, നമുക്ക് തീർത്തേക്കാം. അപ്പം നമുക്ക് ഇനി ചെക്കനെ തീർക്കാനുള്ള പല കാര്യങ്ങൾക്കും നടക്കാം. എടാ വിനീഷ്യസ് ഒന്ന് കൺട്രോളിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഗോൾ അടിക്കുകയാണ്. എടാ ചെക്കൻ ഇവന് ഭയങ്കര കളി. മാർക്കിനോസ് ഓടല്ല അങ്ങോട്ട്. ഞാൻ വിചാരിച്ചു എടുക്കൂലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടല്ലേ പറഞ്ഞത്. എംബാപ്പേനെ നോക്കാനും വേണ്ടി അങ്ങോട്ട് പോയാൽ വിട്ടാവുമല്ലേ, അടിച്ചു കിട്ടോ. ഇതൊക്കെ ട്രിക്സ് ഉണ്ട്. മൈക്കൽ ഒലീസെ. എടാ എംബാപ്പെ ഭാഗ്യം അല്ല, കൊണ്ടില്ല. അതെന്താ കൊണ്ടി വിചാരിച്ച് ഫൗൾ ചെയ്തെന്ന് പറഞ്ഞാണ്. ആ രീതിയിൽ പറഞ്ഞാണ്. ബോളും കിട്ടിയില്ല, ഫൗളും വിളിച്ചില്ല. ഓനതാ ഗോളും അടിച്ച് ഇല്ല. ഇന്ന് നമ്മളെ കീപ്പർ ബ്രസീലിയൻ കീപ്പർ ഗബ്രിയൽ മാർട്ടിനസ് അങ്ങനത്തോടെ പേര് ചെക്കൻ്റെ ഫുൾ ഫോം നിൽക്കുകയാണ്. അപ്പോൾ ഒരിക്കലും വിടില്ലാനുള്ള വാശിക്ക് തന്നെയാണ്. നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ കഴിയും. ഒരു ക്ലിയർ ചെയ്യുന്നുണ്ട്. എൻട്രിക് ബോൾ പോയി. ഇവൻ്റെ പരിപാടി എന്താണ്? അറ്റാക്ക് ചെയ്തിട്ട് അവിടേക്ക് നമ്മളെ ബോക്സിലേക്ക് കയറി അപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ക്ലിയർ ചെയ്ത് വിടും. അപ്പോൾ ഇവന് ദൂരത്തു നിന്ന് തന്നെ അടിച്ചാണ്ട് നോക്കും. 8 ഗോളായാലോ ഭാഗ്യത്തിന്. അതാണ് ഇവൻ ആലോചിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ വേറെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. ദൂരത്തുനിന്ന് അടിച്ച് കയറ്റാൻ നോക്കുകയാണ്. അവിടെ എംബാപ്പെ കിട്ടുന്ന ഉറപ്പാണ്. എംബാപ്പെ വെട്ടിക്കോ. മണ്ടത്തരം. എടോ ഞാൻ മണ്ടത്തരം കളിച്ച് ആദ്യം എംബാപ്പയ്ക്ക് പാസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ റീബൗണ്ട് എനിക്ക് തന്നെ കിട്ടും ഞാൻ വിചാരിച്ചാ. നമ്മളൊക്കെ ഐഡിയ ഉണ്ട്. ഇക്കളി കിട്ടും ചോദ്യമുണ്ട്. പക്ഷെ ഇന്ന് വീഡിയോയിലൊരു കളി ഇടുള്ളൂ. ഉള്ളതിൻ്റെ ശരി.
ജീസസ് ബെല്ലട്ടി ബെല്ലട്ടി എടാ ആ ഇടയിൽ കൂടെ ഒന്ന് ബോള് പോണം. എടാ എടാ ഈ തിയോ ഹെർണാണ്ടസ് അങ്ങ് കളി പിന്നെ ലാഗും ഉണ്ട് ഗൈസ്. ഇത് രണ്ടും കൂടി ഒക്കെ ആകുമ്പോൾ തന്നെ മതിയായി എനിക്ക് ഗൈസ്. എനിക്ക് ദേഷ്യം പിടിക്കണ്ടിട്ടാ. സെർജീഞ്ഞോ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കല്ലേ ലാഗാവും. നെറ്റ് അവർക്ക് ഇഷ്ടമുള്ളൂ. നമുക്ക് കളിക്കാം. വിനീഷ്യസ് ക്ലിയർ ചെയ്യണ്ട ഓടാ. നെയ്മർ എടാ അവിടെ ത്രൂ കൊടുക്കടാ. എൻട്രിക്കിൻ്റെ കയ്യിൽ നിന്ന് പോയി. എൻട്രിക്കിന് നേരക്കൊന്ന് കൺട്രോൾ ചെയ്തതിനിടയിൽ ഞാനീ ട്രൈ ചെയ്യാൻ വല്ലോ. എൻട്രിക്കിനെ നെയ്മറിനെ കയറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നെയ്മറൊക്കെ നേരെ കളിക്കണ്ടേ. കക്ക SS കൂടെ നമുക്ക് എൻട്രിക്കിനെ കയറ്റാണ്ട് കക്കനെ ഇറക്കിയാണ്ട് SS നിർത്തേണ്ടി വരും മിക്കവാറും. അതപ്പോൾ നല്ല വയ്യുള്ളൂ. റൊണാൾഡിനോ ചാൻസ് ഉണ്ട്, വെറുതെ തന്നെ പൊട്ടിക്കട്ടെ. എടാ ഒന്ന് ഫിനിഷ് ചെയ്യടാ. ആർക്കും ഫിനിഷ് ചെയ്യണില്ല ഇപ്പോൾ. നോക്കാം, ഫിനിഷിംഗ് ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കാൻ നല്ലത്. ഇനിയിപ്പോൾ അവൻ പേടിയുള്ളവനാണെങ്കിൽ അടിച്ചോളൂ. അപ്പോൾ ഇവിടെ കൊടുത്ത് കളിച്ചാൽ പേടിയുണ്ടെന്ന് നമുക്കറിയാം. പേടിയുണ്ട് കേട്ടോ കുറച്ച്. പാസ് കൊടുക്കട്ടെ. പാസ് എടാ നമുക്ക് മിക്കവാറും കക്കനെ ഇറക്കും ഞാൻ. എൻട്രിക്കിനെ കയറ്റിട്ട് തന്നെ ഇറക്കും. എടാ ബോൾ പോയി. അവിടെ ത്രൂ കൊടുക്കുവാനെ അത് കിട്ടില്ല. ഭാഗ്യ ആ വെട്ട് കൊള്ളാഞ്ഞ് ഏറ്റുകൊണ്ടതിനോട് കഴിഞ്ഞ് കഥ. അപ്പം നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫിൽ കാണാം. നമുക്ക് ബോൾ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ആണല്ലോ. റൊണാൾഡിനോ കക്ക നമ്മൾ ഇറക്കിയിരിക്കണു. കക്ക വന്നു. കക്ക എല്ലാം കളിച്ചിട്ടുണ്ട്. കക്ക വന്നിട്ടുള്ളൂ. നല്ല പെർഫോമൻസ് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കക്ക വന്ന ഉടനെ തന്നെ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കക്കൻ്റെ ബാക്കിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയണേ. ചിലപ്പോൾ ഒന്നും ഉണ്ടാവുന്നില്ല. ചിലപ്പോൾ ഈ ഒന്നേ മുട തന്നെ പൊട്ടും. എന്നാലും വന്ന ഉടനെ ഈ ഒരു കളി ഞാൻ കക്കൻ്റെ പ്രതീക്ഷിച്ചിട്ടില്ല. കൊടുക്കും നെയ്മർ, റൊണാൾഡിനോ, ജീസസിൻ്റെ പാസ്. വിനീഷ്യസ് എടുക്ക്. ഈ വിനീഷ്യസ് ഇത് എല്ലാവരും പ്രശ്നം എന്താ പറയുക, ബോൾ നേർക്ക് എടുക്കണില്ല. ഞാൻ പണ്ട് പറയുമ്പോൾ മാച്ചപ്പ് ഒക്കെയാണ് പോയിൻ്റ്. പക്ഷെ ഇപ്പം എന്താ പറയുക, ഞാൻ നിൽക്കാത്തത് മാച്ചപ്പ് ഒക്കെ ഒരു പെട്ടെന്ന് അവിടെ എത്തൂല. എത്താൻ ടൈം എടുക്കും. പക്ഷെ നല്ല പ്രഷർ ചെയ്യൂട്ടാ. എത്താൻ ടൈം എടുക്കും. ആ ഒരു പ്രശ്നമുണ്ട്. വേറൊരു പ്രശ്നമില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ബോൾ എത്തിയിട്ടുണ്ട്. അല്ല നമ്മളേക്കല്ല, ഗബ്രിയേൽ മാർട്ടീനസ് അല്ല, ബ്രസാവോ കേട്ടോ. ഗബ്രിയേൽ ബ്രസാവോ ഗൈസ്. നമുക്ക് ചെക്കന് കൊടുത്തിട്ട് കേട്ടോ. റൊണാൾഡിനോ കുത്തുവോ ഇല്ല. ബോൾ പോയി നമ്മളൊക്കെ അല്ല. ഡംബേലെ ബെല്ലട്ടി, ജീസസ്. ജീസസ് ഈ ത്രൂ ഒക്കെ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. നല്ല പ്രശ്നം തന്നെയാണ്. ആ ത്രൂ എടുക്കുമ്പോൾ മിസ് പാസ് ആവും. കുഴപ്പമില്ല നോക്കും. നമ്മൾ പാസ് കൊടുത്താലോ അതും മിസ് പാസ് ആവും. അപ്പം എന്ത് കൊടുത്താലും മിസ് പാസ് ആവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇതില്ലാതെ നിൽക്കണേ. ഇത് മിസ് പാസ് ആയാൽ എൻ്റെ പ്രശ്നമാണ് ഗൈസ്. എനിക്ക് ത്രൂ അറിയില്ല, ഞാൻ സമ്മതിച്ചു തരും. മിസ് പാസ് ആവില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ത്രൂ ഇട്ട് കൊടുക്കും. സാറതെന്ത് സംഭവം, കാല് നീട്ടി ബോൾ കാലിലെത്തിയില്ല, മിസ് പാസ് ആയില്ല. അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് കാരണം മാർക്കിനോസ് ലാഗ് കളിയായിട്ട് വന്നോളിത്. ഇതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനത്തെ പരിപാടിയായിട്ട് വരണേ. ഒരുമാതിരിയാണ് എനിക്ക് ചൊറ. ഞാൻ ദേഷ്യം പിടിക്കും. ഇനി ഗോളും കൂടി അതിനോട് ഞാൻ നിൽക്കും കളി. എന്നെ ഈ രാജ്യം വിടും. ഇതൊക്കെയാണ് പ്രശ്നം. നേർക്ക് കളിക്കൂല. കളിക്കാണ്ടിട്ടാണോ അല്ല, ലാഗാണോ ആണ്. ലാഗിന് പറയല്ല, ഞാൻ വേറെ എന്താ പറയുക ഗൈസ്. ലാഗ് നേർക്ക് നിൽക്കൂല. അല്ല ലാഗ് നേർക്ക് നിൽക്കൂല, നെറ്റ് നേർക്ക് നിൽക്കൂല ഗൈസ്. നെറ്റ് പെട്ടെന്നാണ്ട് പോവും. പിന്നെ ആ ലാഗൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ വരുന്നതാണ്. കക്ക എന്തിനാ വന്ന് നിങ്ങൾക്ക് അറിയോ? ഈ ഗോളടിക്കാനും വേണ്ടിയാ. വന്നുടനെ ബുള്ളറ്റാണ്. ആ പാസ് കിട്ടിയതും ഏതാ ഗോള് ഒന്നും പറയാനില്ല. കിണ്ണം കാച്ചി ഗോള് കക്കൻ്റെ ഒക്കെ ഓരോ കുറിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഇഷ്ടമായി. ഇത് നോക്കിട്ടാ അവിടെ നിന്ന് പാസ് കൊടുക്കും. ചെക്ക അടിച്ചിട്ട് കരാലോ ചെക്ക അടിച്ചു വിടുന്നൊക്കെ നമ്മൾ ഇന്നലെയല്ലേ കാണണേ. ഇങ്ങോട്ട് ഒരു ഡബിൾ അറ്റാക്കിങ്ങിൽ ഇടണേനു. ഇപ്പം ഒന്ന് എടാ പേടിയാവണേ. നമ്മൾ ബ്രസാവൻ ഇറക്കിക്കണേ.
എടാ ബോൾ എങ്ങനെ എടുക്ക്? ക്ലിയർ ചെയ്യ്. ആ ബെല്ലടി അടിച്ചിട്ട് വിനീഷ്യസിന് കിട്ടുമോ? ഇല്ല നെയ്മർ ഇല്ല. ഒരു ബുള്ളറ്റ് ഇപ്പോൾ വരും. ബെല്ലടി അടിച്ചിട്ടാ ഗൈസ് കൂണ്ടെ. എടാ കക്ക കുഴപ്പമില്ല വിഷയമില്ല. എടാ ഇതിപ്പം ഭയങ്കര കളിയായല്ല. നമ്മൾ ഡിഫൻസിലാണല്ലോ കളിക്കണേ ഇപ്പോൾ. ഇപ്പം ഭയങ്കര കളിയായിപ്പോയി. നമ്മൾ ഗോൾ ഇടാൻ കാത്തിരിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ കളി കളിക്കാൻ. കക്ക റൊണാൾഡീഞ്ഞോ തിയോ ഹെർണാണ്ടസ് വൻ കളിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞേ. ചൊറ കക്ക അടിച്ചു വിട്ട് ഗൈസ്. വിനീഷ്യസ് പോരട്ടെ. ലെഫ്റ്റ് വിങ് നമ്മൾ വൻ മോശമാണ്. ദുരന്താണ്. ലെഫ്റ്റ് വിങ് കൂടി കളിച്ചിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ട്. എടാ അടിച്ചു വിട്ടൂടെ. നമുക്ക് എക്സ്ട്രാ ടൈം വരെയെങ്കിലും പിടിച്ചിക്കണം. അവിടെ ലാസ്റ്റ് മിനിറ്റാണ്. വിനീഷ്യസ് പോയി. അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്ട്രാ ടൈമിൽ കാണാം. നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വിനീഷ്യസിനെ കയറ്റിയിട്ടാണ്. വിനീഷ്യസ് വലിയൊരിത് തരുന്നില്ല. ഞാൻ ഫോമൊന്നും നോക്കിയില്ല. ചിലപ്പോൾ നല്ല കളി വരും വിചാരിച്ച് കൊടുത്തു തന്നെയാണ് ഒരാൾ ഇറക്കിയത്. ഇപ്പോൾ കാണാം. കണ്ടില്ലേ, ഇവനെയാണ് ഞാൻ ഇറക്കിയത്. റാഫീഞ്ഞ. അവിടെ ഞാൻ ഇങ്ങനെ ഓടിയിട്ട് ഞാൻ ആരെങ്ങോട്ടാക്കിയത് അങ്ങനെ ഓടി. മറ്റേ ബുള്ളറ്റ് ഉണ്ടല്ലോ റാഫീഞ്ഞൻ്റെ, ആ ബുള്ളറ്റ് ഉതിർക്കാനാണ് ഞാൻ നോക്കിയത്. കാരണം നമുക്ക് ത്രോ ഞാൻ ത്രോ വരാനൊക്കെ ഒരു ഇതുണ്ട്. നാക്കിൽ പറഞ്ഞാൽ ഉറപ്പായിട്ടും മിസ്സാവാൻ സാധ്യതയുണ്ട് കേട്ടാ. ഞാൻ എറിയണേ റാഫീഞ്ഞൻ്റെ വാസുകളായി. എടാ ഇപ്പം ഞാൻ വിചാരിച്ച ചെക്കൻ കളിക്കണില്ലാന്ന്. ഗബ്രിയൽ സാറ റൊണാൾഡീഞ്ഞോ. എടാ ഇടുക്ക് ജീസസ് ഫേക്ക് എടുത്ത് വിചാരിച്ചിട്ട് ആ തിയോ എന്താ ചത്താലും മുടില്ല പറഞ്ഞാണ്ട്. തിയോ ആണെങ്കിൽ അവിടുന്ന് തന്നെ കടിച്ച് കൊല്ലാൻ നോക്കണാരി. അവിടുന്ന് തന്നെ വെട്ടണ്. സെർജീനില്ല. റാഫീഞ്ഞ നെയ്മർ. ഇനി നെയ്മറിനെ കുറച്ച് കലാപരിപാടികളായാലോ. എടാ ഒരു ടേണൊക്കെ നേർക്ക് എടുത്തെങ്കിലും ബോൾ പോയിട്ടാ. റൊണാൾഡീഞ്ഞോ നെയ്മർ. എടാ പെനാൾട്ടി വേണം. റൊണാൾഡീഞ്ഞോ സിസർ കാട്ട് അടിക്കണം അവിടുന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത ഹാഫിൽ കാണാം. പറഞ്ഞ ഇടില്ല. നമ്മളൊരു ഹാഫ് നല്ല കളി കളിച്ചാൽ മറ്റേ ഹാഫ് ഓൻ്റെ കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഹാഫ് നേർക്ക് കളിച്ചിരുന്നു. ഇനി ഈ ഹാഫ് ഇനി എങ്ങനെ ആവും എനിക്കറിയില്ല. എടാ അവൻ്റെ തിയോ ഹെർണാണ്ടസ് എടുത്തിട്ടുണ്ട്. ഉസ്മാൻ ഡംബലെ. ഇത് പെടും. എംബാപ്പേനെ നോക്കിയില്ല. എടാ കീപ്പറിന് ഇട്ട് കൊടുത്തുണ്ട്. അവൻ ത്രൂ ഇട്ട് കൊടുത്ത് നല്ല നമ്മളെ കീപ്പറിന് കറക്റ്റാണ് എത്തിയത്. എന്തായാലും കമവിങ്ക മാർക്കീഞ്ഞോസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെക്കൻ അവൻ്റെ പോസ്റ്റിക്കന്നെ കുത്തുകയാണ്. ഇല്ല അടിക്കല്ലേ. ഞാൻ വെറുതെ ആദ്യം അടിച്ചു ഗൈസ്. എൻ്റെ പ്രശ്നമാണ് കേട്ടോ. എന്നാലും ഗൈസ് ബാർക്കോള എടാ പെട്ട് പേടിയാണ് ഗൈസ്. അവൻ്റെ എക്കിറ്റിക്കുള്ളത് ഫിനിഷിങ് ഇല്ലാത്ത എക്കിറ്റിക്കാണെന്നാണ് തോന്നണത്. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ട്. അത് അടിച്ചു വിടുന്നുണ്ട്. റൊണാൾഡീഞ്ഞോക്ക് ജീസസ് ഇല്ലടാ ബോൾ പോയി. ഇനിയിട്ട് എക്സ്ട്രാ ടൈമിൽ ഓൻ്റെ കളിയാണ് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നണോ അടിക്കുന്ന. കാരണം എന്താ വെച്ചാൽ ലാസ്റ്റിക്ക് വെച്ച് ഒരുമാതിരി പരിപാടി വരാൻ സാധ്യതയുണ്ട്. ഇത്രക്കും നേരമായി ഇപ്പം കളിക്കാത്ത കളിയാണോ ഇപ്പോൾ കളിക്കണേ. ഗോള് കളി പൊട്ടിട്ടാ. ബെസ്റ്റ് ഗോള് ഞാൻ സമ്മതിച്ചെന്നാ സീനാണ്. ഏതോ ഗോള് ഡംബേലേൻ്റെ ഒരു ഗോളി സാധനം തന്നെ നമ്മൾ പോസ്റ്റിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് ടച്ച് എടുത്താൽ ആദ്യം കളി കഴിഞ്ഞു. ഇതുകൊണ്ട് എനിക്ക് കംബാക്ക് അടിക്കാനില്ല. ഇന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ വരുള്ളൂ ഗൈസ്. ഡംബേലെ ഞാൻ സമ്മതിച്ചെന്ന് കിടില ഗോള് ഒന്നും പറയാനില്ല. കിടില ഗോളാണ്. ഞാൻ സമ്മതിച്ചു. അപ്പോൾ 51 ഫസ്റ്റ് കളി 5. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.